ഹലോ ആൾ, ഐ എം ഡോക്ടർ ഹസൻ, നിങ്ങളുടെ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റ്. ഇന്ന് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് ഹെഡിങ് എഴുതാൻ പറ്റില്ല. ഒരു 80% റിലേഷൻഷിപ്പുകളിലും ഈ ടോക്സിക്സിറ്റി ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. അതൊരു തെറ്റായി ഞാൻ കാണുന്നില്ല. ഞാൻ കുറേ കപ്പിൾസിനൊക്കെ കൗൺസിലിംഗ് ചെയ്തും മരുന്ന് കൊടുത്തും ഒക്കെ ഒരു 10 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ അതിൽ കാണുന്നത് ചില ടോക്സിസിറ്റി ഒക്കെ നല്ലതുകളും ഉണ്ട്. ഈ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ലിറ്ററൽ അർത്ഥത്തിൽ എടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ എല്ലാം നെഗറ്റീവാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും ചിലതൊക്കെ നമ്മളെ പൊസസീവ്നെസ് ആണ്. പലപ്പോഴും ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറ് തന്നെ ഇല്ല. നമ്മളൊരു കൗൺസിലറോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരു സൈക്യാട്രിസ്റ്റിനോട് സംസാരിക്കുമ്പോഴോ ഒക്കെയാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുമോ, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ലവർ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങനെ ടോക്സിക് ആയിട്ടാണ് പെരുമാറുന്നതല്ലേ, അതാണല്ലേ എൻ്റെ പ്രശ്നം, അതുകൊണ്ടാണല്ലേ എനിക്ക് ഈ ആങ്സൈറ്റി, അതുകൊണ്ടാണല്ലേ എനിക്ക് ഡിപ്രഷൻ വന്നത്. പലപ്പോഴും നമ്മൾ ഡിപ്രഷൻ കൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ടാണ് പോവുക, അല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇൻസോംനിയാണ്, ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. അപ്പോൾ ഡോക്ടർ ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ തന്നെ അറിയാതെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ടോക്സിക് പാർട്ട്ണറാണുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ടോക്സിസിറ്റിയിൽ എല്ലാത്തിനെയും നമ്മൾ ആ കണ്ണട വെച്ച് കാണരുത് എന്നേ ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ. അതിലുള്ളൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഉദാഹരണം പറയാം. ഒരു ഹസ്ബൻഡ് ഒരു വൈഫ്. അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, വീക്ക് ഡേയ്സിലാണ് അവൻ്റെ ജോലി, ഈവനിങ് ഒരു 6-7 വരെയാണ് അവൻ്റെ ജോലി. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വരുന്നു, കുട്ടികളുടെ കൂടെയും ഭാര്യയുടെ കൂടെയും സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഭാര്യ വീട്ടമ്മയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് കുറച്ച് സാമ്പത്തികമായി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നും ആഗ്രഹമുണ്ട്, പ്ലസ് ജോലിക്ക് പോകണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഭർത്താവാണ് പ്രൈമായിട്ടുള്ള ഏണർ, അവൻ്റെ കുടുംബനാഥൻ. ഭാര്യ നോക്കുമ്പോൾ ഒരു വീക്കെൻഡിലെ ഒരു ജോലി ഉണ്ട്. അപ്പോൾ വീക്കെൻഡിലെ ജോലി ചെയ്യുകയാണെങ്കിൽ വീക്കെൻഡിൽ മാത്രം ജോലി ചെയ്താൽ മതി, അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടായി. അങ്ങനെ ഭാര്യ അതിലേക്ക് പോയി. അങ്ങനെ ഭാര്യ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ടും ഭർത്താവിന് ഒഴിവുള്ള ദിവസം ഭാര്യയ്ക്ക് ഒഴിവില്ലാത്തൊരവസ്ഥ വരും. ഡെയിലി റുട്ടീനിൽ രാവിലെ ഭർത്താവ് എണീക്കുന്നു, ശ്വാസം പിടിച്ച് ഡ്രസ്സ് മാറുന്നു, എന്നിട്ട് പോകുന്നു, ജോലി കഴിഞ്ഞ് വരുന്നു, അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വെച്ച് മൂപ്പര് കുറേ മൂകനായിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഒന്നിങ്ങനെ പീസ്ഫുള്ളായി വരുമ്പോഴേക്കും രാത്രി കിടക്കാനായി. ഇതിൽ നിന്നൊരു വ്യത്യാസം കിട്ടുന്നത് ഒരു വീക്കെൻഡിലായിരിക്കും, ഒരു സൺഡേയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സാറ്റർഡേയിലായിരിക്കും. അപ്പോൾ ആ ദിവസം നമ്മൾ നല്ല എന്താ പറയുക, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം നമ്മളെ പാർട്ട്ണറുമായിട്ട്. അപ്പം ആ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വന്നാൽ പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ് നിൽക്കുമോ അതോ പോവോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ റിലേഷൻഷിപ്പ് മെച്ചപ്പെട്ട് കിട്ടണമെങ്കിൽ ഭാര്യ ആ കേസിൽ, ആ പർട്ടിക്കുലർ കേസിൽ ചിലപ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഭാര്യയ്ക്ക് ചിലപ്പോൾ ആ ജോലിക്ക് പോകാൻ കഴിയില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് ആ കുടുംബം ശക്തിപ്പെടുന്നത്.